എരുമേലിപ്പേട്ടതുള്ളലിന് പിന്നാലെ നാളെ പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും എന്ന വാർത്തയാണ്. അതിന്റെ വിവരങ്ങളാണ് സുജു നൽകാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. 12-ന് തന്നെ പമ്പ സംഗമം നടക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. സുജു, ഗുഡ് മോർണിംഗ്. മകരവിളക്കിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു. ജനുവരി 14-നാണ് മകരവിളക്ക്. അതിന് മുന്നോടിയായി ഇന്ന് എരുമേലിപ്പേട്ടതുള്ളൽ ആണ് നടക്കാനും പോകുന്നത്. ഈ കൂടുതൽ വിവരങ്ങൾ, പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര എപ്പോൾ ആരംഭിക്കും, അതിന്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രിയ, നമുക്ക് അതിനു മുമ്പ് ഒരു തീർത്ഥാടനത്തിലൂടെ കടന്നിട്ട് നമുക്ക് വിശദവിവരങ്ങൾ എടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റമൊക്കെ? നല്ല സുഖദർശനമായിരുന്നു. നമ്മളെ കയറി വരുന്നതിന് പോലീസുകാരെല്ലാം സപ്പോർട്ട് ചെയ്ത് വരുന്ന വഴിക്ക് ഒരുപാട് അന്നദാനങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹോട്ടലുകൾ അടച്ചാലും കുഴപ്പമില്ലായിരുന്നു. നല്ല സംതൃപ്തിയാണോ? നല്ല സംതൃപ്തിയാണ്. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഇതില്ലാന്നേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് ഇതിൽ ഇവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ. ദേവസ്വം ബോർഡ് നല്ലൊരു മലകയറ്റം വരുന്ന തന്നെയായിരുന്നോ? നേരത്തെ വന്നിട്ടുണ്ട്. ആണല്ലേ? പ്രിയ അല്ല, ഓക്കെ സാർ, ഞങ്ങൾ കൂടെ വന്നവരങ്ങ് കയറി. ഓക്കെ. പ്രിയ, ഇപ്പോൾ ഈ പറഞ്ഞു കേട്ടത് ഇന്നിപ്പോൾ മകരവിളക്ക് ജനുവരി 14-ലാണ്. നവംബർ 14-ലായിരുന്നു ശബരിമല നട മണ്ഡല മഹോത്സവത്തിനായി തുറന്നത്. അതിനുശേഷം ഇതുവരെയും പരാതിരഹിത ഒരു തീർത്ഥാടന കാലമാണ് ഇപ്പോൾ സമാപനത്തിലേക്ക് അടുത്തിരിക്കുന്നത്. ഇന്നലെയും ശബരിമലയിൽ ഏതാണ്ട് 80,260 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. അത്രയധികം തീർത്ഥാടകർ ദർശനം നടത്തുമ്പോഴും തീർത്ഥാടകരെ സംബന്ധിച്ചോളം സംതൃപ്തിയോടെയാണ് അവർ ദർശനം നടത്തുന്നതാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച അയ്യപ്പനിൻ്റെ വാക്കുകൾ. അദ്ദേഹം തിരുവനന്തപുരത്തു നിന്ന് എത്തിയ അയ്യപ്പനാണ്. മുമ്പ് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ സംതൃപ്തിയോടെ തന്നെ മലകയറ്റം തുടങ്ങുന്നു. മലകയറ്റം തുടരുകയാണ്. തീർത്ഥാടകർ നല്ല സംതൃപ്തിയോടെ ദർശനം നടത്താൻ സാധിക്കുമെന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി നാളെയാണ് പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. നാളെ തന്നെ പമ്പ സംഗമവും നടക്കും. 2015 പ്രളയത്തിന് ശേഷം ആദ്യമായാണ് ഈ പമ്പ സംഗമം വീണ്ടും നടക്കുന്നത്. അവിടെ നടൻ ജയറാമായിരിക്കും മുഖ്യ അതിഥിയായി പങ്കെടുക്കുക. അതിനുശേഷം ആഗോളതലത്തിലുള്ള അയ്യപ്പ തീർത്ഥാടന സംഗമവും ദേവസ്വം ബോർഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും വരുന്ന മാസങ്ങളിൽ നടത്താൻ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. പന്തളത്തു നിന്ന് തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് യാത്ര ആരംഭിക്കുന്നത്. അത് പിന്നീട് 14-ാം തീയതി ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരും. അത് നീലിമലയിൽ വെച്ച് തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയ ദേവസ്വം ഭാരവാഹികൾ ചേർന്ന് അത് സ്വീകരിക്കുകയും പിന്നീട് 18-ാം പടി കടന്നെത്തുമ്പോൾ ക്ഷേത്രതന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും ചേർന്ന് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ എന്തായാലും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് അതിൻ്റെ സർക്കാരുമെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഇന്നലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് മുഖേന 22,000 തീർത്ഥാടകർ ശബരിമലയിൽ 18-ാം പടി ചവിട്ടിയിട്ടുമുണ്ട്. ശരി സുജു.